അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കാലത്ത് പരിശുദ്ധ ഇസ്ലാമിനെതിരെ ധാരാളം ശത്രുക്കൾ ഉണ്ടായിരുന്നു. മുസ്ലിങ്ങൾ വളരെയധികം പീഡനങ്ങൾക്കും അക്രമങ്ങൾക്കും ഇരയായി. അനിവാര്യമായ സംഘട്ടനങ്ങൾ നടന്നു. അപ്പോൾ ആയുധം ഉപയോഗിക്കാൻ നിർബന്ധിതരായി മുസ്ലിംകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അങ്ങനെയുള്ള അന്നത്തെ ആയുധങ്ങൾ, വാള്, കുന്തം പോലുള്ള യുദ്ധായുധങ്ങൾ ഉണ്ടായിരുന്നു. ദുൽഫുഖാർ എന്ന ചരിത്രപ്രസിദ്ധമായ വാളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം അത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ശത്രുക്കൾക്കെതിരെ വളരെ അത്ഭുതകരമായ വിജയങ്ങൾ നേടിയപ്പോൾ ആ വാള് അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നു. ആ വാളിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കാനത്ത് ഖബീഅത്തു സൈഫ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫിദ്ദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാളിൻ്റെ പിടി വെള്ളി കൊണ്ട് അലങ്കരിച്ചിരുന്നു. അത് ജായിസാണ്. യുദ്ധ ആയുധങ്ങൾ, വാള്, കുന്തം പോലുള്ളത് വെള്ളി കൊണ്ട് അതിന് ചിത്രപ്പണികളൊക്കെ കൊടുത്ത് അലങ്കരിക്കുന്നത് ശത്രുക്കൾക്ക് അവരുടെ മനോവീര്യം കെടുത്തുന്നതിൻ്റെയും കൂടി ഭാഗമാണ്. ഈ വാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് ആരെയും വെട്ടിയിട്ടും കൊന്നിട്ടും ഒന്നുമില്ല. വാള് സാങ്കേതികമായി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ആയുധങ്ങൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പങ്കെടുക്കുന്ന യുദ്ധത്തിൽ അവിടെ നിന്നായിരിക്കുമല്ലോ നേതൃത്വം വഹിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഉബയ്യ് ഇബ്നു ഖലഫ് എന്ന ഒരു മുശ്രിക്കായ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും ഇസ്ലാമിനോടും തീർത്താൽ തീരാത്ത പകയുമായി നടക്കുന്ന മക്കയിലെ ഖുറൈശികളിൽപ്പെട്ട ആളാണ് ഈ ഉബയ്യ് ഇബ്നു ഖലഫ്. അവൻ ഈ ഉഹദ് യുദ്ധത്തിൽ എൻ്റെ കൈകൊണ്ട് ഞാൻ മുഹമ്മദിനെ കൊല്ലും എന്ന് വീമ്പിളക്കി ജനങ്ങളുടെ ഇടയിൽ അവൻ നെഞ്ചു വിരിച്ച് ഇങ്ങനെ നടക്കാറുണ്ട്. അങ്ങനെ ഉഹദ് യുദ്ധം വന്നു. ഈ ഉബയ്യ് ഇബ്നു ഖലഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുന്തം കൊണ്ട് ഒന്ന് മെല്ലെ അടിച്ചു. ഒരു ചെറിയ മുറിവ് ഉണ്ടായി. ആ മുറിവ് മതിയായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ് ഈ ലോകത്തോട് വിട പറയാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാള് കൊണ്ട് വെട്ടുകയോ കുന്തം കൊണ്ട് കുത്തുകയോ ഒന്നും ചെയ്തില്ല. കുന്തം കൊണ്ട് അടിച്ചപ്പോൾ അതിൻ്റെ മുന കൊണ്ട് ചെറിയൊരു മുറിവ് പറ്റി. അതുകൊണ്ട് തന്നെ അയാൾ മരണപ്പെട്ടു. ഈ നബിയുടെ കയ്യാൽ മരണപ്പെടുന്നതോ മറ്റോ ആയിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാം. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി റജുലുൻ ഖതലഹു നബിയ്യുൻ ഔ ഖതല നബിയ്യൻ. ഖിയാമത്ത് നാളിൽ വരുമ്പോൾ ഏറ്റവും അള്ളാഹുവിൻ്റെ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന ഒരു മനുഷ്യൻ ഒരു നബിയെ കൊന്ന. ജൂതന്മാർ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാമിനെയും യഹ്യ നബി അലൈഹി സ്വലാമിനെയും ഒക്കെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പല നബിമാരെയും കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഔ ഖതലഹു നബിയ്യുൻ, അല്ലെങ്കിൽ ഒരു നബിയുടെ കയ്യാൽ കൊല്ലപ്പെട്ടവൻ, അവനാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്നവൻ എന്ന് ഹദീസിൽ പറഞ്ഞതായി കാണാം. ഇമാമു ളലാലത്തിൻ, ആ ഹദീസിൻ്റെ ബാക്കിയാണ്. ജനങ്ങൾ വഴിപഴപ്പിക്കുന്ന നേതാക്കന്മാർ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. വ മുമസ്സിലുൻ മിനൽ മുമസ്സിലീൻ, അതുപോലെ ചില അഭിനേതാക്കൾ വളരെ സമൂഹത്തിനും ഈ മാനവികതക്കും അതുപോലെ ധാർമ്മികതക്കും ഒക്കെ നിരക്കാത്ത ചില
ആക്ടർമാർ അവരും ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ യുദ്ധ സമയത്ത് ധരിക്കുന്നതാണ് പടയങ്കി. ശരീരത്തിൽ പടയങ്കി ധരിക്കുന്നത് ശത്രുക്കളുടെ വെട്ടും കുത്തുമൊന്നും ഏൽക്കാതിരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പടയങ്കി ഉണ്ടായിരുന്നു. ആ പടയങ്കി ധരിച്ചപ്പോൾ ഉഹദ് യുദ്ധത്തിൽ ഒരു പാറയുടെ മുകളിലേക്ക് കയറാൻ നോക്കിയപ്പോൾ ഈ പടയങ്കി ഇരുമ്പിൻ്റെതായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങ് കയറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ഇരുന്ന് കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ മുതുകിൽ ചവിട്ടി പാറയിലേക്ക് കയറാൻ സഹായിച്ചു എന്ന ഹദീസ് കാണാം. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔജബ ത്വൽഹ കോളടിച്ചു പോയി, ത്വൽഹക്ക് സ്വർഗം നിർബന്ധമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചവിട്ടി റസൂലുള്ളാഹി ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിൽ ചവിട്ടിയാണ് പാറപ്പുറത്തേക്ക് കയറുന്നത്. ആ ഒരു വലിയ സേവനം ചെയ്തതുകൊണ്ട് ത്വൽഹക്ക് സ്വർഗം ഉറപ്പായിപ്പോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടു എന്ന് സഹാബത്ത് വിവരിക്കുന്നു. അതുപോലെ യുദ്ധത്തിനുള്ള മറ്റൊന്നാണ് തലയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഹെൽമറ്റ്. അറബിയിൽ മിഗ്ഫർ എന്ന് പറയുന്നത് ഈ ഇരുമ്പ് കൊണ്ട് നെയ്തുണ്ടാക്കിയ ഹെൽമറ്റിനെ കുറിച്ചാണ്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല മക്കത്ത വഅലൈഹി മിഗ്ഫറുൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ പ്രവേശിച്ചപ്പോൾ ഹെൽമറ്റ് ധരിച്ചിരുന്നു. വേറെ ഒരു വിഷയമാണ് ഇമാമത്ത്, തലപ്പാവ്. അവിടുന്ന് പറഞ്ഞതായി കാണാം, ഫർഖുമാ ബൈനനാ വബൈനൽ മുശ്രിക്കീന അൽ അമാഇമു അലൽ ഖലാനിസ്. ഇമാം അബൂദാവൂദും മറ്റു പലരും തബറാനി, ബൈഹഖി എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നാമും മുശ്രിക്കീങ്ങളും തമ്മിലുള്ള വ്യത്യാസം അൽ അമാഇമു അലൽ ഖലാനിസ്, തൊപ്പിയുടെ മുകളിൽ തലപ്പാവ് ധരിക്കുക എന്നതാണ്. നമ്മൾ തൊപ്പി ഇട്ടിട്ട് തലപ്പാവ് ധരിക്കണം. തലപ്പാവ് മാത്രം ധരിക്കുമായിരുന്നു അന്നത്തെ മുശ്രിക്കീങ്ങൾ, തൊപ്പി മാത്രം ധരിക്കുന്നവരായിരുന്നു ജൂതന്മാർ. അപ്പോൾ നമ്മൾക്ക് ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എന്ന നിലക്ക് തൊപ്പി ഇട്ട് അതിന് മുകളിൽ തലപ്പാവ് ധരിക്കുക എന്നതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഈ തലപ്പാവ് പല കളറിലുള്ളത് പല സന്ദർഭങ്ങളിൽ അവിടുന്ന് ഉപയോഗിച്ചതായി നമുക്ക് ഹദീസുകളിൽ കാണാം. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ദഖല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത യൗമൽ ഫത്ഹി വഅലൈഹി ഇമാമത്തുൻ സൗദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫത്ഹ് മക്കയുടെ മക്ക വിജയത്തിൻ്റെ ദിവസം മക്കയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടുന്ന് കറുത്ത തലപ്പാവായിരുന്നു ധരിച്ചിരുന്നത്. കറുത്ത തലപ്പാവ് അധികാരത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ മക്ക ഫത്ഹ് എന്ന് പറയുന്നത് മക്ക വിജയമാണല്ലോ, അപ്പോൾ അതിനോട് അനുയോജ്യമായിരുന്നു ആ കളറ്. ആ ഹദീസിൻ്റെ മറ്റൊരു ഭാഗമായി കാണാം, ഇമാമത്തുൻ ഹർഖാനിയത്തുൻ ഖദ് അർഖാ തറഫൈഹ അലാ കതിഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ധരിച്ചിരുന്ന ആ കറുത്ത തലപ്പാവ് വെണ്ണീരിൻ്റെ കളറായിരുന്നു. അതിൻ്റെ വാല്, തലപ്പാവിൻ്റെ വാൽ രണ്ട് ചുമലുകൾക്കിടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൂക്കിയിട്ടിരുന്നു എന്നും ഹദീസിൽ കാണാം. അത് മറ്റൊരു ഹദീസിലും കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതമ്മ സദല ഇമാമത്തഹു ബൈന കതിഫൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിക്കുമ്പോൾ ആ തലപ്പാവ് രണ്ട് ചുമലുകൾക്കിടയിലൂടെ താഴ്ത്തി തലപ്പാവിൻ്റെ വാല് ചുമലുകൾക്കിടയിലൂടെ താഴോട്ടിടുമായിരുന്നു. ഈ തലപ്പാവിൻ്റെ വലിപ്പം എത്രയാണ് എന്നത് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം. കാനലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്തുൻ ഖസീറത്തുൻ വ ഇമാമത്തുൻ തവീല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെറിയൊരു തലപ്പാവും വലിയ തലപ്പാവും ഉണ്ടായിരുന്നു. വഅന്നൽ ഖസീറത്ത കാനത്ത് സിത്തത്ത അദ്റുഇൻ, ചെറിയ തലപ്പാവ് 6 മുഴം നീളമുള്ളതും, വത്തവീലത്ത കാനത്ത് 12 ദിറാഅൻ, നീളമുള്ള തലപ്പാവ് 12 മുഴം നീളമുള്ളതുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അവിടുന്ന് ധരിച്ചിരുന്ന തുണി, നമ്മൾ മുണ്ടുടുക്കും, തുണി ഉടുക്കുമല്ലോ,
തുണി ധരിച്ചിരുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശീലം എന്തായിരുന്നു എന്ന് നമുക്ക് കാണാം. വാഖിദിയെ തൊട്ടുള്ള റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുണി മിൻ നസീജി ഉമാൻ, ഒമാൻ മെയ്ഡായിരുന്നു. തൂലുഹു അർബഅത്ത് അദ്റുഇൻ വശിബ്റുൻ ഫീ ദിറാഇൻ, അതിൻ്റെ നീളം 4.5 മുഴം നീളവും 2 മുഴം വീതിയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രം, ഈ തുണിയുടെ വലിപ്പം. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അഖ്റജത്ത് ഇലൈന ആയിഷത്ത് റളിയല്ലാഹു അൻഹ കിസാ മുലബ്ബദ്, അബൂ ബുർദ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ കഷണം വെച്ച ഒരു വസ്ത്രവും ഇസാറൻ ഖലീലൻ, കട്ടിയുള്ള ഒരു തുണിയും ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാലത്ത് ഖുബില റൂഹ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂഹ് പുറപ്പെട്ടപ്പോൾ അവിടുന്ന് വഫാത്തായ സമയത്ത് ധരിച്ച വസ്ത്രമാണ് ഈ 2 വസ്ത്രങ്ങൾ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അശ്അസ് ഇബ്നു സുലൈം റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ മാതൃ സഹോദരി അവരുടെ പിതൃ സഹോദരനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഒരു ഹദീസ്, സഹാബിയാണ്. ബൈന അന അംശി ബിൽ മദീന, ഞാൻ മദീനയിലൂടെ ഇങ്ങനെ നടക്കുക. ഇതാ ഇൻസാനുൻ ഖൽഫി, അപ്പോൾ എൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, യഖൂൽ ഇർഫ ഇസാറക് ഫഇന്നഹു അത്ഖാ വ അബ്ഖാ, മോനെ നിൻ്റെ തുണി അല്പം ഉയർത്തി കൊടുക്കണം, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും തഖ്വയോട് ഏറ്റവും അനുയോജ്യമായതും വ അബ്ഖാ, ഈ തുണിക്ക് ഈട് നൽകുന്നതും ആണ്. താഴെക്കൂടെ വലിച്ചഴച്ച് പോയാൽ അത് ഹറാമാണ്, നരകത്തിൽ പോകും എന്ന് മാത്രമല്ല, തുണി കല്ലിലും മുള്ളിലൊക്കെ കൊളത്തി അത് കീറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇത് എൻ്റെ പിന്നിൽ നിന്ന് ഒരാൾ പറയാണ് എന്നോട്. അപ്പോൾ ഫൽതഫത്തു, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫഇദാ ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ ഹിയ ബുർദത്തുൻ മൽഹാഉ, ഇതൊരു വീതിയുള്ള ഒരു തുണിയാണ്, ഞാനൊരു പുതപ്പ് പോലെയുള്ളതാണ് ഉടുത്തത്, അതുകൊണ്ടാണ് താഴോട്ട് ഇറങ്ങുന്നത്. ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാലക ഫിയ ഉസ്വ, ഞാൻ നിനക്ക് മാതൃകയല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഫനളർത്തു, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഫഇദാ ഇസാറുഹു ഇലാ നിസ്ഫി സാഖൈഹി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുണി കണങ്കാലിൻ്റെ പകുതി വരെ മാത്രമായിരുന്നു താഴ്ന്നു നിന്നിരുന്നത് എന്ന് കാണാം. അപ്പോൾ ആ ഇസാർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിശദീകരിച്ചതായി മറ്റൊരു ഹദീസിൽ കാണാം. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅളത്തി സാഖിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലിലെ കണങ്കാലിലെ ആ മസിലിൻ്റെ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഹാദാ മൗളിഉൽ ഇസാർ, ഇതുവരെയാണ് തുണി ഇറങ്ങാൻ പാടുള്ളൂ. ഫഇൻ അബൈത ഫഅസ്ഫൽ, ഇനി പോരെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങാം. ഫഇൻ അബൈത, ഇനിയും പോരാന്ന് തോന്നുകയാണെങ്കിൽ ഫലാ ഹഖ്ഖലിൽ ഇസാരി ഫിൽ കഅബൈൻ, എന്തായാലും നെരിയാണിയിലേക്ക് ഈ തുണി ഇറങ്ങാൻ പാടില്ല എന്നത് നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പഠിപ്പിച്ചു കൊടുത്തു. ഇനി വേറെ നമുക്ക് അവിടുത്തെ സഞ്ചാരഗതികളെക്കുറിച്ച്, നടത്തത്തിൻ്റെ സ്വഭാവം, ഇതിനെയൊക്കെ വിവരിച്ചതായി നമുക്ക് അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഹദീസിൽ കാണാം. ഖാല റസൂലുള്ളാഹി ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സൗന്ദര്യമുള്ള ഒരാളെയും ഒന്നിനെയും ഞാൻ കണ്ടിട്ടില്ല. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹി, അവിടുത്തെ മുഖത്ത് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ തോന്നും, അത്രയും തെളിച്ചവും വെളിച്ചവുമാണ്. വമാ റഅയ്തു അഹദൻ അസ്റഅ ഫീ മിശ്യതിഹി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ കൂടുതൽ സ്പീഡിൽ നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. കഅന്നൽ അർള തുത്വാ ലഹു, നോക്കിയാൽ ഭൂമി അവിടുത്തെ കാലിൻ്റെ ചോട്ടിൽ ചുരുങ്ങി അകലം കുറഞ്ഞു വരുന്നതായാണ് തോന്നുക. ഇന്നാല നജിഹദു അംഫുസന, ഞങ്ങൾ റസൂലുള്ളാഹിൻ്റെ കൂടെ എത്താൻ മെനക്കെട്ട് ഓടുമായിരുന്നു. വ ഇന്നഹു ലഗൈറു മുക്തരിസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതൊന്നൊരു വിഷയമാക്കാതെ സാധാരണ നടത്തം നടക്കുകയാണ്, പക്ഷേ ഞങ്ങൾക്ക് കൂടെ എത്താൻ
സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള നടത്തം അത് അവിടുത്തെ ഒരു സ്വഭാവമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ക്ലാസ്സിൽ, ഇതാ മഷാ തക്കഫു അൻ കഅന്നമായ നഹത്തു മിൻ സബബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ മുന്നോട്ട് ആഞ്ഞാഞ്ഞായിരുന്നു നടന്നിരുന്നത്. ഒരു വിഷയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ആ കാര്യത്തിലേക്ക് വളരെ ഉന്മേഷവാനായി പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നടത്തം ഉണ്ടല്ലോ, അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊതുവായുള്ള നടത്തം എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അവിടുന്ന് ഒരു സമൂഹത്തിൽ ഒരു സദസ്സിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചില രൂപങ്ങൾ, സ്വഭാവങ്ങൾ ബഹുമാനപ്പെട്ട ഖൈല ബിൻതു മഖ്റമ റളിയല്ലാഹു അൻഹ സഹാബിയത്താണ്. അവർ പറഞ്ഞത് കാണാം, അന്നഹാ റഅത്ത് റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദി വഹുവ ഖാഇദുൽ ഖുർഫുസാഅ ഖാലത് ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഖശ്ശിഅ ഫലമ്മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതഖശ്ശിഅ ഫിൽ ജിൽസത്തി ഉർഇത്തു മിനൽ ഫറഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഖുർഫുസാ ഇരുത്തം ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഖുർഫുസാ ഇരുത്തം എന്ന് പറയുന്നത് രണ്ട് കാൽമുട്ടുകൾ ഉയർത്തി വെച്ച് രണ്ട് കൈകൊണ്ട് കാൽമുട്ടുകൾ ഇങ്ങനെ വലയം ചെയ്ത് പിടിച്ച് ഇരിക്കുന്ന ഇരുത്തമാണ്. അത് ഒരു വളരെ സാധാരണക്കാരായ വളരെ എളിമയുള്ള ആളുകളുടെ ഇരുത്തമാണ്, രാജകീയമായ ഇരുത്തമല്ല. അപ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകൈക നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ പള്ളിയിലിരിക്കുന്നത് പുറത്തുനിന്ന് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ അമ്പരന്നു, ഞെട്ടിപ്പോയി എന്ന് ഖൈല ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, അന്നഹു റഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാദ് ഇബ്നു തമീം അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരനായ സഹാബിയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അന്നഹു റഅൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തൽഖിയം ഫിൽ മസ്ജിദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ മലർന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. വാളിയാൻ ഇഹ്ദാ റിജ്ലൈഹി അലൽ ഉഖ്റ, ഒരു കാല് മറ്റേ കാലിന്മേൽ കയറ്റി വെച്ച്. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന നിയമമൊന്നുമില്ല. ഒരു അദബ്, മജ്ലിസിൻ്റെ അദബുകൾ പാലിച്ച് ഇരിക്കുക, കിടക്കുക, അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റക്കാകുമ്പോൾ ഇങ്ങനെ കിടന്നതാണ് ഈ പറയുന്നത്. പിന്നെ അവിടുത്തെ ഭക്ഷിക്കാനിരിക്കുമ്പോൾ എങ്ങനെയാണ് വേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ജുഹൈഫ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കാണാം, അമ്മ അന ഫലാ ആകുലു മുത്തക്കിഅൻ. ഇമാം തിർമിദിയും അതുപോലെ മറ്റുള്ള അഹ്മദ് ബിൻ ഹംബൽ, അബൂ ദാവൂദ്, ഇബ്നു മാജ ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അമ്മ അന ഫലാ ആകുലു മുത്തക്കിഅൻ, ഞാൻ മുത്തക്കി ആയിട്ട് ഭക്ഷണം കഴിക്കില്ല. മുത്തക്കി എന്ന് പറയുന്നത് പല അർത്ഥമുണ്ട്. ചാരിയിരിക്കുക എന്ന അർത്ഥമുണ്ട്. ഇനി ചമ്രം പടിഞ്ഞ് ഇരിക്കുക, നന്നായി വിസ്തരിച്ച് ഭക്ഷണം കഴിക്കുന്നതിന് ഉള്ള ഒരു ഇരുത്തമാണത്. അങ്ങനെ ഞാൻ ഇരുന്ന് കഴിക്കൂല. അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്രയായി ഭക്ഷണം എന്നുള്ളത് നമുക്ക് നിയന്ത്രണമൊന്നും കിട്ടില്ല. കാരണം വളരെ സ്വസ്ഥമായ ഇരുത്തമായതുകൊണ്ട് അങ്ങനെ കഴിച്ചങ്ങനെ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോരാൻ ആവശ്യമാകുന്ന വിധത്തിലുള്ള ഒരു ഇരുത്തായിരിക്കുക. ഇടത്തെ കാലിൻ്റെ പാദം മലർത്തി വെച്ച് ആ കാൽപാദത്തിന്മേലാണ് അവിടുന്ന് ഇരിക്കാറുള്ളത്. വലത്തെ കാൽമുട്ട് പൊക്കി വെച്ചും. അങ്ങനെ ഇരിക്കുമ്പോൾ ശരീരത്തിൻ്റെ വെയിറ്റ് കൊണ്ട് കാലിന് വേദന വരും. അപ്പോൾ കുറേ സമയം ഇരിക്കൂല. അപ്പോൾ കുറഞ്ഞ അത്യാവശ്യത്തിന് ഭക്ഷണം കഴിച്ച് അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. ഭക്ഷണം അമിതമാകാൻ പാടില്ല. അത് നിനക്ക് വയറ് നിറക്കാൻ പാടില്ല. പരമാവധി ഫസുലുസുല്ലി തആമി വസുലുസുല്ലി ഷറാബി വസുലുസുല്ലി നഫസ്, പരമാവധി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ വയറിൻ്റെ 3/2 ഭാഗം ഭക്ഷണം കഴിക്കുക, 3/2 ഭാഗത്തേക്ക് വെള്ളവും, 3/2 ഭാഗം കാലിയായി ഫ്രീ ആയി കിടക്കണം ശ്വാസോച്ഛ്വാസത്തിന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചായി കാണാം. അപ്പോൾ കുറഞ്ഞ ഭക്ഷണമേ ഒരാളുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് അതിനു പറ്റിയ വിധത്തിലുള്ള ഇരുത്തായിരുന്നു അവിടെ നിന്ന് ഇരിക്കാറും ഉണ്ടായിരുന്നത്.
വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.